പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. സാധാരണ പല മലയാള മാസങ്ങളും മേടം, ഇടവം, കർക്കിടകം, ചിങ്ങമൊക്കെ 31, 32 തീയതി വരെ വരാറുണ്ട്. പക്ഷെ ധനുമാസം വളരെ ചുരുങ്ങിയ മലയാള ദിനങ്ങളേ ഉള്ളൂ. ധനു 28 വരെ മാത്രമേ ധനുമാസമുള്ളൂ. പിന്നെ മകരം 1 കഴിഞ്ഞു. മകരം 1 എന്ന് വെച്ചാൽ 2025 ജനുവരി 14 തീയതി. മകരമാസമാകുന്നു ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യം വരുന്ന മാസങ്ങൾ. മകരമാസം മുതൽ മിഥുനൻ രാശി വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസമായി നാം കണക്കാക്കുന്നത്. അതോടുകൂടി സൂര്യൻ ബലവാനാവുകയാണ്. ആ ഉച്ചബലത്തിൻ്റെ പൂർണ്ണതയാകുന്നു മേടമാസം. മേടം 10-നാണ് സൂര്യൻ്റെ അത്യുച്ചം, നാം 10-ാം ഉദയം എന്നൊക്കെ പറയുന്നത്. അതിനാൽ ഇവിടെ ഈ വാരഫലം നാം കേവലം 6 ദിവസങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ധനുമാസം 24-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള, അതായത് 2025 ജനുവരി 8 മുതൽ ജനുവരി 13 വരെയുള്ള, ബുധനാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 6 ദിവസക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ഈ ഒരു 6 ദിവസക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇന്ന് മകരൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ ശുക്രൻ, ശനി, 3-ാം ഭാവത്തിൽ രാഹു, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, 5-ാം ഭാവത്തിൽ വ്യാഴം, 7-ാം ഭാവത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ സൂര്യനും ബുധനും. ഇവിടെ മകരൻ രാശിക്കാർക്ക് ഒരു യാത്രയ്ക്ക് അനുകൂലമായ സമയമാണ്. ഇവിടെ യാത്രാപതിയായ ഗ്രഹം 7-ാം ഭാവത്തെ പറ്റിയാണ് നമ്മൾ യാത്രയെപ്പറ്റി ചിന്തിക്കുന്നത്. 7-ാം ഭാവാധിപനായ യാത്രാപതിയായ ഗ്രഹം ചന്ദ്രൻ വളരെ ശക്തമായി 4-ാം ഭാവത്തിൽ മേടൻ രാശിയിൽ ചരരാശിയിൽ നിൽക്കുന്നു. ആട്ടാനഹ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് സഞ്ചരിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ്. നല്ലൊരു ജോലിയിലൂടെ, പുത്തൻ ജോലിയിലൂടെ ഒരു വളർച്ച, സാമ്പത്തികമായ പുതിയ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ മകരൻ രാശിക്കാർക്ക് ഈ ഒരു 6 ദിവസക്കാലം വളരെ പ്രാപ്തമാണ്. പഠിതാക്കൾക്ക് വളരെ നല്ലതാണ്. 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. എഴുതുക, വായിക്കുക, പഠിക്കുക. അതിനാൽ അതൊക്കെ തന്നെ നല്ലതാണ്. യാത്രികർക്ക് വളരെ അനുകൂലമാണെന്ന് പറഞ്ഞു. കാരണം 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. തനിക്ക് കർമ്മമേഖലയിൽ പുതിയൊരു അധികാരത്തെ ലഭിക്കും. അതാണ് ഈ വാരത്തിൻ്റെ ഗുണം. യഥാ ബന്ധുകോ ബാന്ധവേര് അത്രിജന്മ നൃപദ്വാര സർവാധികാരി സദൈവ. ആദ്യത്തെ ദിവസങ്ങളിൽ അത്ര അനുഭവമില്ലെങ്കിലും ക്രമേണ വളർന്ന് പൂർണ്ണമായ അനുഭവത്തിലേക്ക് വരുന്നു. ഭാര്യാമക്കളുമായി പുതിയ ജീവിതം നയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ജോലി സ്ഥലത്ത് തന്നെ ഭാര്യയെയും മക്കളെയും ഒക്കെ കൂട്ടി വിദേശത്ത് സെറ്റിൽഡ് ആകാം, നല്ല വീട്ടിലേക്ക് മാറാം. ജോലി സ്ഥലത്ത് അധികാരം ലഭിക്കുമ്പോൾ സാമ്പത്തികമായ ഗുണങ്ങളും വരും. പുതിയ വസ്ത്രങ്ങൾ ധരിക്കാം. അതിനാൽ ആ വിഷയത്തിൽ വളരെ നല്ലതാണ്. പലപ്പോഴും ബന്ധുക്കളെ വിട്ട് അച്ഛനെയും അമ്മയെയും ഒക്കെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ തൽക്കാലം അവരെ മാറ്റി നിർത്തി താൻ ഒറ്റയ്ക്ക് പോവുക, തന്നെ ഫാമിലിയായിട്ട് പോവുക എന്നൊരു സമയമാണ് വരുന്നത്. അപ്പോൾ പലപ്പോഴും അച്ഛന് ഭയാശങ്കകൾ ഉണ്ടാകും. മോൻ പോയാൽ തിരിച്ചു വരില്ലേ എന്ന്. അതിനാൽ അവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി, ഇതാ ഞാൻ പോയ രീതിയിൽ തന്നെ തിരിച്ചു വരും എന്ന് അവർക്ക് ധൈര്യം കൊടുത്തിട്ട് വേണം പോകാൻ. അല്ലാതെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടുന്ന രീതിയിലുള്ള ഒരു യാത്ര ചെയ്താൽ അവരുടെ അപ്രിയത്തിന് നിങ്ങൾ പാത്രമാകാതെ നോക്കണം മകരൻ രാശിക്കാർ. രോഗമുള്ള അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ വഴിപാടായി ചെയ്യാം. യാത്രയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ബലപ്പെട്ട രേഖകൾ ഉപേക്ഷിച്ച് പോവുക, നഷ്ടപ്പെട്ടു പോവുക, വണ്ടിയിൽ മറന്നു പോവുക. അങ്ങനെ തന്നെ വിലപ്പെട്ട പാസ്പോർട്ട്, രേഖകൾ ഇതൊക്കെ നഷ്ടപ്പെട്ട് അവസാനം അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടുന്ന വാരമാണ്. അല്ലെങ്കിൽ തൻ്റെ രേഖകൾ ആരെങ്കിലും കട്ടുപോവുക, ഉറങ്ങുന്ന സമയത്ത് ബാഗ് എടുത്ത് ആരെങ്കിലും രക്ഷപ്പെടുക, രേഖകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോവുക. ഈ ഒരു സമയമാണ് വരുന്നത്. വളരെ ജാഗ്രത പാലിക്കണം. ഇവിടെയും ദോഷപരിഹാരമായി ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പാനകവും തുളസിമാലവും വഴിപാടായി കഴിക്കുക. ദോഷ നിവാരണത്തിനായി ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും മകരൻ രാശിക്കാർക്ക്. എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർക്കും സുശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. കുംഭൻ രാശി എന്നാൽ അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു.
ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ ശുക്രൻ, ശനി വളരെ നന്നായി ശോഭിക്കുന്നുണ്ട്. 2-ാം ഭാവത്തിൽ രാഹു, 3-ൽ ചന്ദ്രൻ, 4-ാം ഭാവത്തിൽ വ്യാഴം, 6-ൽ ചൊവ്വ, അഷ്ടമത്തിൽ കേതു, 11-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ. സ്വതവേ കുംഭൻ രാശിക്കാർക്ക് പ്രയാണം വളരെ അനുകൂലമായ വാരമാകുന്നു. നല്ല വസ്ത്രം ധരിക്കുവാനും നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും പുതിയ പ്രേമബന്ധത്തിൽ ഏർപ്പെടുവാനും അല്ലെങ്കിൽ വിവാഹം കഴിക്കുവാനും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് നല്ല യാത്ര ചെയ്യുവാനും അതിലൂടെ നല്ല സുഖങ്ങൾ വരിക, പുതിയ സന്താനങ്ങൾ കുടുംബത്തിൽ വരും. പ്രായമുള്ള രക്ഷിതാക്കൾക്ക് തങ്ങളുടെ മക്കൾക്ക് മക്കളാകുന്ന നല്ല ന്യൂസുകൾ അറിയുന്ന വാരമാകുന്നു. സന്താനപതിയായ ഗ്രഹം ബുധൻ സന്താനസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. അതിനാൽ സന്താന വിഷയത്തിലേക്ക് വളരെ അനുകൂലമായ സമയമാണ്. അതിനായി ഉത്സാഹിക്കണം. ദീർഘകാലമായി മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് മനമാറ്റം വരാം. അങ്ങനെ നല്ല ഒരു ട്രിപ്പ്, ഹണിമൂൺ ട്രിപ്പൊക്കെ സന്ദർശിക്കുക. ആ യാത്രയിലും ഉദരസംബന്ധമായ രോഗം ശ്രദ്ധിക്കാൻ, ഫുഡ് പോയ്സൺ വരാതെ നോക്കുക. പ്രത്യേകിച്ച് പാദങ്ങൾക്കുണ്ടാകുന്ന പരിക്കുകൾ, നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. സഹോദര ഗുണം പ്രായണ കുറഞ്ഞ സമയമായിരുന്നു കഴിഞ്ഞ വാരങ്ങളിലൊക്കെ. കാരണം സഹോദരപതിയായ ചൊവ്വ വളരെ ദുർബലമായി 6-ാം ഭാവത്തിൽ നീചസ്ഥനായി നിൽക്കുന്നു. അതിൽ നിന്നും ഇച്ചിരി മാറിക്കൊണ്ട് 3-ൽ നിൽക്കുന്ന ചന്ദ്രൻ നിൽക്കുമ്പോൾ സഹോദര ഗുണം ഈ വാരത്ത് വരാം. അതിനാൽ പലപ്പോഴും ഭൂമിപരമായ ഇടപാടുകളോ ഭൂമി വിൽപ്പന സംബന്ധിച്ച കാര്യങ്ങളോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വാരം വളരെ അനുകൂലമാണ്. അതിനായി ശ്രമിക്കണം. നന്നായി ഒരു ക്യാഷ് ഫ്ലോ സംജാതമാകുന്ന സമയമാണ്. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ശ്രമിക്കണം. ഈ വാരം ഭൗതികമായ സുഖവും ആത്മീയമായ സുഖവും ഉണ്ടാകുന്ന വാരമാണ്. പലപ്പോഴും നല്ല ട്രിപ്പിന് പോയാലും അവിടുന്ന് അമ്പലങ്ങളിലേക്ക് പോകാനുള്ള ഒരാഗ്രഹം വരിക. അമ്പലങ്ങൾ സന്ദർശിക്കുക, ദേവാലയങ്ങൾ, മന്ദിരങ്ങൾ സന്ദർശിച്ച് അതിലൂടെ പെട്ടെന്ന് എനർജി കൈവരുന്നവരാകുന്നു കുംഭം രാശിക്കാർ. പുതിയ അംഗീകാരങ്ങൾ, ജോലിസ്ഥലത്ത് പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. 11-ാം ഭാവത്തിൽ സൂര്യനും ബുധനുമാണ്. അത് നല്ല യോഗമാകുന്നു. ഇവിടെ കർമ്മമേഖലയിലെ തടസ്സങ്ങൾ മാറാൻ കർമ്മമുട്ടി ചെയ്യണം. ശത്രുസംഹാര കുരുതി പുഷ്പാഞ്ജലിയും ചെയ്യുക. ദേഹവിഷയത്തിലുള്ള പ്രയാസങ്ങൾ മാറാൻ പ്രത്യേകിച്ച് ചതയം നക്ഷത്രക്കാർ രാഹുക്ഷേത്രത്തിൽ, നാഗക്ഷേത്രത്തിൽ ആയില്യപൂജയോ സർപ്പബലിയോ ചെയ്യുന്നതും വളരെ ഗുണകരമായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ മീനൻ രാശി ലഗ്നത്തിൽ രാഹു, 2-ാം ഭാവത്തിൽ ചന്ദ്രൻ, 3-ാം ഭാവത്തിൽ വ്യാഴം, 5-ാം ഭാവത്തിൽ ചൊവ്വ, 7-ാം ഭാവത്തിൽ കേതു, 10-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 12-ാം ഭാവത്തിൽ ശുക്രൻ, ശനി. ഇവിടെ മീനൻ രാശിക്കാർക്ക് ധനാധിപനായ ചൊവ്വ നീചസ്ഥനായി നിൽക്കുകയാണ്. എങ്കിലും ഇവിടെ വെളുത്ത പക്ഷത്തിലുള്ള ചന്ദ്രൻ വളരെ ബലവാനായി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഒരു യോഗകാരകനായി സുലഭായോഗം ചെയ്തു നിൽക്കുന്നു. ഹിമാംശോ വസുസ്ഥാനകെ ധാന്യലാഭ, 2-ൽ ചന്ദ്രൻ വരുമ്പോൾ ധാന്യത്തിൻ്റെ ലാഭമുണ്ടാകും. ധാന്യം എന്നാൽ ഇന്ന് ധനത്തിൻ്റെ ഉപാധികളാണ്. അപ്പോൾ ധന ഉപാധികളായ വിഷയങ്ങൾ, അത് കൃഷിയായാലും ധാന്യമായാലും മറ്റ് സാമ്പത്തികമായ വിഷയമായാലും വളരെ അനുകൂലമായി വരുന്ന വാരമാകുന്നു. ചതുഷ്പാസുഖം, വാഹനം ലഭിക്കുവാൻ വളരെ അനുകൂലമാണ്. അതിനാൽ വാഹനങ്ങൾ നിങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പഴയ വാഹനങ്ങൾ മാറാം, പുത്തൻ വാഹനങ്ങൾ ഏറ്റെടുക്കാം. അധോമുഖരാശി ആകയാൽ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം, കൈകാര്യം ചെയ്യണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം കാശ് ചെലവാക്കുമെന്നാണ്. അതിനാൽ ദാനാദി കർമ്മങ്ങളൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ മകരമാസം 1-ാം തീയതിയൊക്കെ വരികയാണ്. ദാനമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. തൻ്റെ കുടുംബത്തിനോട് താല്പര്യം കുറയുന്ന സമയമാണ്. പലപ്പോഴും തന്നെ കുടുംബത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ താല്പര്യം കുറയുക, ചില അസ്വസ്ഥതകൾ വീട്ടിൽ ഉടലെടുക്കുക. കാരണം ഇവിടെ സ്നേഹത്തിനെ പറ്റി ചിന്തിക്കുന്ന, ദാമ്പത്യത്തിനെ പറ്റി ചിന്തിക്കുന്ന ശുക്രൻ 12-ാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു. ഭാര്യയുടെ സ്വത്ത് അല്ലെങ്കിൽ ഭാര്യയുടെ സ്വർണം ബാങ്കിൽ വെക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അത് സമയത്ത് എടുത്തു കൊടുത്തില്ലെങ്കിൽ ഭാര്യ പ്രശ്നക്കാരിയാവും. അങ്ങനെ കുടുംബത്തിനോട് താല്പര്യം കുറയും, അങ്ങോട്ടേക്ക് കയറിപ്പോകാനൊരു ഉന്മേഷം ഉണ്ടാകില്ല. പിന്നെ തൻ്റെ വലയിൽ, തൻ്റെ കണ്ണിൽ പുത്തൻ ഏത് യുവതിയും വീഴുമെന്നാണ് 2-ലെ ചന്ദ്രൻ ഫലം പറഞ്ഞിരിക്കുന്നത്. ചില പ്രണയബന്ധങ്ങൾക്കൊക്കെ സമയമുണ്ട് ഈ വാരത്ത്. ഭാര്യാസമേതനായ പുരുഷന്മാർക്ക് ഭാര്യയോടുള്ള താല്പര്യം കുറഞ്ഞാൽ മറ്റു ചില സ്ത്രീകൾ തങ്ങളുടെ ലൈഫിലേക്ക് വരാം. കർമ്മമേഖല നല്ലതാണ്. കർമ്മത്തിൽ പുത്തൻ അനുഭവങ്ങൾ വരാം. കാരണം ഇവിടെ ദിഗ്ബലവാനായി സൂര്യൻ നിൽക്കുന്നുണ്ട്, നിപുണയോഗം ചെയ്ത് ബുധനുമുണ്ട്. അതിനാൽ പലപ്പോഴും ജോലി ഹേതു മൂലം ധാരാളം യാത്ര ചെയ്യുക, ബോസിൻ്റെ കൂടെ യാത്ര ചെയ്യുക, അങ്ങനെ അവരുടെ അപ്രീസിയേഷൻ തനിക്ക് ലഭിക്കുക. പല കാര്യങ്ങളിലും ബോസിൻ്റെ സഹായിയായി, കയ്യാളായി അവരുടെ കൂടെ നിന്ന് അവരുടെ അനുഗ്രഹങ്ങളോ ധനപരമായ അഭിവൃദ്ധിയോ വാങ്ങുവാൻ ഈ വാരം മീനൻ രാശിക്കാർക്ക് പ്രത്യേക താല്പര്യം വരും, ഗുണം വരും. സഹോദര ഗുണം കുറയും. അനാവശ്യമായ തർക്കങ്ങൾ വരാതെ നോക്കുക. സ്വർണം നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കണം. മറ്റു കാര്യത്തിലൊക്കെ മീനൻ രാശിക്കാർക്ക് പ്രായം ഈ ഒരു വാരം വളരെ അനുകൂലമായി കാണുന്നു.
പല്ലുകളെ വളരെ ശ്രദ്ധിക്കുക. യൂറോളജിയുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കുക. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും വളരെ ശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.